ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന്, അതായത് തഖ്വ ഉള്ളവരായി നിലകൊള്ളണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് എൻ്റെ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റജബ് മാസം ആസന്നമായ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് റജബ്. പരിശുദ്ധ റമദാനിന് ഉള്ള മുന്നൊരുക്കത്തിൻ്റെ ആദ്യഘട്ടമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റജബ് മാസം. ഇനിയുള്ള നാളുകൾ റമദാനിനെ വരവേൽക്കാനുള്ള മാനസികവും ആത്മീയവുമായുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിലും നടക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലേക്ക് നമ്മെ എല്ലാവരെയും എത്തിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സത്യവിശ്വാസികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലക്ക് ഈ റമദാനിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നാളുകളിൽ നാം അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള, അള്ളാഹുവിന് ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പാലിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ശ്രദ്ധിക്കേണ്ട സമയമാണ്. പരിശുദ്ധ ഖുർആനിൽ ഞാനടങ്ങുന്ന, നിങ്ങളടങ്ങുന്ന ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ എന്നാണ്. നിങ്ങൾ ഏറ്റവും ഉത്തമരായ ഒരു സമൂഹമാണ്, ഏറ്റവും ഖൈറായ ഉമ്മത്താണ് നിങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിൻ്റെ 110-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും പറഞ്ഞു, എല്ലാ വിശ്വാസികളോടും പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാണ് ഏറ്റവും ഖൈറായിട്ടുള്ള ഉമ്മത്ത്, ഏറ്റവും നല്ലവർ നിങ്ങളാണ്. ആ നല്ല ഉമ്മത്തായ നിങ്ങളുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരം ഒരു ക്വാളിറ്റിയിലേക്ക്, ഒരു ഉന്നത പദവിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത് എന്ന് തുടർന്നുള്ള വാക്കുകളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഒന്ന്, ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആളുകളല്ല. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളിൽ ജീവിച്ച്, ജനങ്ങളോടൊപ്പം ജീവിച്ച് ജനങ്ങളിൽ ഒരാളായി മാറേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാകണം. എന്താണ് ജനങ്ങളിൽ പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളും ഓർക്കണം, എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാഹു തആല തുടർന്ന് പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മയെ തടയുകയും ചെയ്യണം. ഈ നന്മ കൽപ്പിക്കുവാനും തിന്മയെ തടയുവാനും നിങ്ങൾക്കുള്ള പ്രചോദനം എന്താണ്? വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഓരോ വിശ്വാസിയോടും ഓരോ വിശ്വാസിനിയോടും. പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും വേണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ നന്മ ചെയ്താൽ പോരാ, തിന്മ ചെയ്യാതിരുന്നാൽ പോരാ. ചില ആളുകൾ അങ്ങനെ പറയില്ലേ, ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെയൊക്കെ ഞാൻ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നാൽ സാധിക്കുന്ന വിധം തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നുണ്ട്, അത് പോരാന്നല്ല പറയുന്നത്. നന്മ ചെയ്താൽ പോരാ, നിങ്ങൾ നന്മ കൽപ്പിക്കണം. നിങ്ങൾ തിന്മ ചെയ്യാതിരുന്നാൽ പോരാ. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ തടയണം. ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നു. 2 തട്ടുള്ള ഒരു കപ്പല്, ഒന്ന് സങ്കല്പിച്ചോളൂ, 2 തട്ടുള്ള ഒരു കപ്പല്. ആ കപ്പൽ ഇങ്ങനെ വെള്ളത്തിലൂടെ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മുകളിലും ആളുകളുണ്ട്, താഴെയും ആളുകളുണ്ട്. താഴെ ഉള്ള ആളുകൾക്ക് വെള്ളം, ഈ നദിയിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് വെള്ളം എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ അവരെന്ത് ചെയ്യും? മുകളിലേക്ക് കയറണം, മുകളിൽ പോയി വെള്ളം എടുക്കണം. ജനലൊന്നും വെക്കാൻ പറ്റൂലല്ലോ കപ്പലിന്. അങ്ങനെ വെള്ളം ആവശ്യം വരുമ്പോൾ മുകളിൽ കയറും, പിന്നെ താഴോട്ട് വരും. അങ്ങനെ ഈ പോക്കും വരവും ആയപ്പോൾ അവരിങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ഇപ്പൊ നമ്മൾ ഇത്രയും റിസ്ക് എടുക്കുന്നത്? നമുക്ക് ഈ താഴെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയാൽ പോരെ, ചെറിയൊരു ഓട്ട, ഒരു ദ്വാരമുണ്ടാക്കിയാൽ പോരെ എന്ന് അവർ തീരുമാനിച്ചാൽ, മുകളിലുള്ള ആളുകൾ അറിഞ്ഞു, അവരിങ്ങനെ താഴത്തെ ആളുകളെ അവരവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി, എന്തിനാ അവർക്ക് വെള്ളം എടുക്കാൻ എന്നും കരുതി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലല്ലല്ലോ, നമ്മുടെ കുടുംബത്തിലല്ലല്ലോ, നമ്മുടെ മഹല്ലത്തിലെ കാര്യമൊന്നുമല്ലല്ലോ, അതായി അവരായി അവരെ പാടായി എന്ന് വിചാരിച്ചു വല്ലവനും അതിനു നേരെ കണ്ണടച്ചാൽ, ആ ഹോളിലൂടെ ദ്വാരത്തിലൂടെ എങ്ങാനും വെള്ളം കയറിയാൽ, ആ വെള്ളം കയറി കപ്പല് മുങ്ങുമ്പോ ഞങ്ങൾ ഓട്ടുണ്ടാക്കിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കാൻ സാധിക്കുമോ? എത്ര മനോഹരമായ ഉദാഹരണമാണ്. നിങ്ങളുടെ നാട്ടിൽ ഒരു തിന്മ നടക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തിന്മ നടക്കുമ്പോ, നിങ്ങളുടെ മഹല്ലത്തിൽ ഒരു തിന്മ നടക്കുമ്പോ, ആ തിന്മയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടായിട്ടും വല്ല മുസ്ലിമും പ്രതിരോധിക്കാതെ പോയാൽ, പടച്ചോനെ ഞാൻ അതിലൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് ഉപോത്ബലകമായ ഒരു ഹദീസാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി ഫഇൻ ലം യസ്തതി' ഫബിലിസാനി ഫഇൻ ലം യസ്തതി' ഫബിഖൽബി. മൻ റആ മിൻകും മുൻകറൻ, വിശ്വാസിനികളെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ, നിങ്ങളുടെ കൺമുന്നിൽ ഒരു തിന്മ നടമാടുന്നത് നിങ്ങൾ കണ്ടാൽ, ഫൽയുഗയ്യിറുഹു ബിയദി, അവനവന്റെ കൈ കൊണ്ട് അതിനെ തടയണം. കൈകൊണ്ട് തടുക്കണം. കൈകൊണ്ട് തടുക്കണം എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസം കാണിക്കണം എന്നല്ല, ഗുണ്ടായുസം കാണിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കൈ എന്നത് ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകം? ഒരാളുടെ അധികാരത്തിന്റെ, സ്വാധീനത്തിന്റെ പ്രതീകമാണ് കൈ. നമ്മുടെ ഹൈവേയുടെ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്ത് ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് സങ്കല്പിച്ചോളൂ. അപ്പൊ ഒരാൾ പറയാ ആ സ്ഥലം മുഴുവനും മറ്റേ ഹാജിയരെ കയ്യിലാണ്. ഹാജിയരെ കയ്യിലാണെന്ന് പറഞ്ഞാൽ ഹാജിയർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നൊന്നുമല്ലല്ലോ അതിന്റെ അർത്ഥം. പച്ച മലയാളം. ഹാജിയരുടെ സ്വാധീനത്തിലാണ് എന്ന്, ഹാജിയരുടെ കീഴിലാണ് എന്ന് ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. അപ്പുറത്തുണ്ട് കുറെ കുട്ടികൾ, കുറെ ചെക്കന്മാര്, അവരൊക്കെ അവന്റെ കയ്യിലാണ്. അവിടെ ഒരു വലിയൊരാളുണ്ടല്ലോ, അവന്റെ കയ്യിലാണ്, അവന്റെ സ്വാധീനത്തിലാണ്, അവന്റെ കീഴിലാണ്. നിങ്ങൾക്ക് സ്വാധീനം, മെമ്പർ എന്ന സ്വാധീനം, MLA എന്ന സ്വാധീനം, MP എന്ന സ്വാധീനം, മന്ത്രി എന്ന സ്വാധീനം, ഖത്തീബ് എന്ന സ്വാധീനം, പ്രസിഡന്റ് എന്ന സ്വാധീനം, ചെയർമാൻ എന്ന സ്വാധീനം, വാപ്പ എന്ന സ്വാധീനം, ഉമ്മ എന്ന സ്വാധീനം, എന്ത് സ്വാധീനമാ ഉള്ളത്? ആ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന തിന്മയെ തടയണം എന്ന് പറഞ്ഞത് റസൂല. അല്ലാണ്ട് അതിന് ഞാൻ തിന്മയ്ക്കൊന്നുമില്ല. ചില ആളുകൾ പറയും, ഞാൻ ഉസ്താദെ ഒരു ഹൈറിനുമില്ല ഷെറിനുമില്ല. വല്ലാത്ത വർത്താനാന്ന വിചാരം. ഞാനൊരു ഹൈറിനുമില്ല, ഞാൻ ഷെറിനുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തടി സലാമത്താകൂല. അതുകൊണ്ട് ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മഹല്ലത്തിൽ നന്നേ ചുരുങ്ങിയത് അവിടെയെങ്കിലും ഒരു തെറ്റായ, ഒരു ഹറാമായ, നിഷിദ്ധമായ, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു തിന്മ കാണുമ്പോ തടയണം. എല്ലാവരും തടയണം, ഒന്നിച്ചു നിൽക്കണം. എല്ലാവർക്കും അതിന് സാധിച്ചോളുന്നില്ല, അതിനുള്ള സ്വാധീനമില്ല, അതിനുള്ള ശേഷിയില്ല, അതിനുള്ള കഴിവില്ലെങ്കിലോ അവന്റെ നാവ് കൊണ്ട് തടയണം. പറയാലോ, നാവ് കൊണ്ട് തടയണം എന്ന് പറഞ്ഞാൽ വലിയ പ്രഭാഷകനൊന്നും ആവണമെന്നില്ല. പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ അത്രയും നന്നായി. കാര്യം പറയാം അവരോട്, നിന്റെ നാവ് കൊണ്ട് നീ ആ തിന്മയെ തടയുക തന്നെ ചെയ്യണം. ഇനി അതിനും സാധ്യമല്ലെങ്കിൽ
നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്നെ അവർ തട്ടിക്കളയും, ഞാൻ പറഞ്ഞാൽ എന്നെ അവർ കൊന്നുകളയും, സാഹചര്യം എനിക്ക് പ്രതികൂലമാണ്. അത്തരം ഒരു സാഹചര്യം വന്നാൽ ഫബിഖൽബിഹി, അവന്റെ മനസ്സുകൊണ്ട് അവൻ തടയട്ടെ. വെറുക്കെങ്കിലും വേണം ഒരു തിന്മയെ. വെറുത്തിട്ട് ഇങ്ങനെ ആ ഫംഗ്ഷന് പോയിട്ട് ഇങ്ങനെ വെട്ടി വിഴുങ്ങിയാൽ പോരാ. ഭയങ്കര വെറുപ്പാണ്, തീറ്റയ്ക്ക് ഒരു കുറവില്ല. എന്നിട്ട് റസൂല് പറഞ്ഞു, ഈമാൻ, ഇതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ സ്റ്റെപ്പ്. ഇതിനപ്പുറം ഈമാനില്ല. ഒരു തിന്മ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് അതിനെ വെറുക്കാനെങ്കിലും ഒരു വിശ്വാസിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഔട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കുന്നവരിലും തിന്മ വിലക്കുന്നവരിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സംഭവം പറഞ്ഞു തരുന്നുണ്ട്. ഇസ്രായേൽ വംശത്തിലുണ്ടായ, ബനു ഇസ്രായേൽ സമൂഹത്തിലുണ്ടായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സാബത്തുകാർ, നിങ്ങളൊക്കെ കേട്ട് കാണും, കുറേ പ്രവാചകന്മാർ വന്നിട്ടുള്ള ഒരു ജനതയാണ് ഇസ്രായേലിൽ. അവരിൽ ഒരു വിഭാഗമാണ് ഈ തീരപ്രദേശത്ത്, കടപ്പുറം പ്രദേശത്ത് ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളായ കുറെ ആളുകൾ. അവരെ അസ്ഹാബ് സബത്ത് എന്നാണ് പ്രയോഗിച്ചത്. സബത്തിന്റെ ആളുകൾ, സാബത്തുകാർ. അവർക്ക് ശനിയാഴ്ച ദിവസം പിന്നെ പല കാര്യങ്ങളും അല്ലാഹു തആല വിലക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കതിന്റെ ഇപ്പൊ ഉദ്ദേശിക്കുന്ന മർമ്മങ്ങൾ എടുത്താൽ മതി. അങ്ങനെ ശനിയാഴ്ച ദിവസം ചില കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ അല്ലാഹു തആല വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? ആ വിലക്ക് ലംഘിച്ചു. ഒരു കൂട്ടര് വിലക്ക് ലംഘിച്ചു, മീൻ പിടിക്കാൻ പാടില്ല എന്നാണെങ്കിൽ അന്ന് മീൻ പിടിച്ചു. മറ്റൊരു കൂട്ടര് ഹൈറിനുമില്ല ഷെറിനുമില്ല, അവരങ്ങോട്ട് മാറി നിന്നു. രണ്ടാമത്തെ കൂട്ടര്. മൂന്നാമതൊരു വിഭാഗം അവരെ നിരന്തരമായി തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ 3 കൂട്ടരായില്ലേ? അപ്പൊ ഒരു കൂട്ടര് ഇങ്ങനെ ഈ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരു ചോദിക്കുക, ആര്? ഹൈറിനുമില്ല ഷെറിനുമില്ല എന്ന് പറയുന്ന ആളുകൾ വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നു, ലിമ തഅലൂന ഖൗമൻ, എന്തിനാണ് നിങ്ങൾ അവരെ ഉപദേശിക്കുന്നത്? നിങ്ങൾ എന്തിനവരെ ഉപദേശിക്കണം? അല്ലാഹു മുഹ്ലികുഹും, അല്ലാഹു ശിക്ഷിക്കാൻ പോകുന്നവരാണവർ. അല്ലാഹു നശിപ്പിക്കും അവരെ. അല്ലാഹ് എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളഞ്ഞേക്കാം. അങ്ങനെയുള്ള ഒരു കൂട്ടരെ നിങ്ങൾ എന്തിനു ഉപദേശിക്കാൻ പോകണം? നിങ്ങൾ എന്തിനു അവരോട് വഅദ് പറയാൻ പോകണം? ലിമ തഅലൂന, വഅദ് പറയുക, ഉപദേശിക്കുക. ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അല്ലെങ്കിൽ അല്ലാഹു തആല അവരെ കഠിനമായി ശിക്ഷിക്കാൻ പോവുകയാണ്. ഒന്നുകിൽ അല്ലാഹുവിന്റെ ശിക്ഷ വരും, അതല്ലെങ്കിൽ അവരെ അല്ലാഹു തആല ഇല്ലാതാക്കി കളയും. അങ്ങനെ ഉള്ള ഒരു ജനതയെ നിങ്ങൾ എന്തിനു ഉപദേശിക്കാൻ പോകണമെന്നാണ് മറ്റേ കൂട്ടർ ചോദിച്ചത്. അവരുടെ മറുപടി, ഈ ഉപദേശിക്കുന്നവർ പറഞ്ഞു, ഖാലൂ, അവർ പറഞ്ഞു, മഅദിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾക്ക് 2 ഉദ്ദേശമുണ്ട് സഹോദര. ഒരു ഉദ്ദേശം എന്താണെന്നറിയോ? റബ്ബിനോട് ഞങ്ങൾക്ക് സമാധാനം പറയണം. നിങ്ങളുടെ കൺമുന്നിൽ ഈ തിന്മ നടമാടുന്നത് കണ്ടപ്പോ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് സമാധാനം പറയാൻ കഴിയണം. മഅദിറതൻ ഇലാ റബ്ബിക്കും. രണ്ടാമത്തെ കാരണം, വലഅല്ലഹും യത്തഖൂൻ, ഞങ്ങളുടെ സംസാരം കേട്ടിട്ട് അവരൊന്ന് മാറുകയാണെങ്കിലോ, സൂക്ഷ്മതയുള്ള ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നെങ്കിലോ എന്ന് ഞങ്ങൾ ആശിക്കുന്നുണ്ട്. ഇനി അതുമില്ലെങ്കിൽ റബ്ബിനോട് ഞങ്ങൾക്ക് പറയല്ലോ, പഠിച്ചോനെ ഞങ്ങളെ കൊണ്ടാവുന്നത്ര ഈ തിന്മക്കെതിരെ ഞങ്ങൾ പൊരുതിയിട്ടുണ്ട് എന്നെങ്കിലും പറയാലോ. ഇങ്ങനെ 3 കൂട്ടരുണ്ടായി. അവസാനം എന്ത് സംഭവിച്ചെന്നറിയുമോ? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പൂർണ്ണമായും അവർ വിസ്മരിച്ചപ്പോൾ, അവർക്കത് വിട്ടുകളഞ്ഞു. ആ ജനത അത് വിസ്മരിച്ചപ്പോൾ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, ആ തിന്മയെ തടഞ്ഞുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ, അവരെ നാം രക്ഷിച്ചു. അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അവര് രക്ഷപ്പെട്ടു. മറ്റു 2 കൂട്ടരും വഅഖദ്നല്ലദീന ളലമു ബിഅദാബിൻ ബഈസ്, 2 കൂട്ടരെയും ഉൾപ്പെടുത്തിയിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീന ളലമു, അക്രമികളായ ആളുകൾ. ഒരു കൂട്ടര് ഒരു അക്രമം കാണിച്ചിട്ടില്ല കേട്ടോ. ഒരു കൂട്ടരെ അക്രമം കാണിച്ചുള്ളൂ, അല്ലാഹുവിനെ ധിക്കരിച്ചുള്ളൂ. മറ്റേ കൂട്ടര് അതിനെതിരെ കണ്ണടച്ചു. അവരെയും അല്ലാഹു തആല പറഞ്ഞു ളാലിമീൻ എന്നാണ്, അക്രമികൾ എന്നാണ്.
ആ രണ്ട് കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഈ വഅലൊക്കെ ഖുർആൻ നമ്മളോട് പറയുന്നത്? ഇതൊക്കെ വഅലല്ലേ? ഇതെല്ലാം ഉപദേശമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹല്ലത്തില്, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ, ഈ മഹല്ലത്തിന്റെ പരിധിയിലെങ്കിലും നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് തിന്മകളെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അത് നമ്മുടെ വീട്ടിലാകട്ടെ, വീടുകളിലാകട്ടെ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ നാട്ടിലാകട്ടെ, നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ആരും അത്ര പൂർണ്ണരൊന്നുമല്ല, എങ്കിലും ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിനൊരു ബലം ഉണ്ടാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന് കരുത്തുകൂടും. പക്ഷെ തിന്മകളോട് ഒരു കാരണവശാലും നമ്മൾ സന്ധിയായി കൂടാ. തിന്മകളോട് നമ്മൾ വിയോജിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വല്ലദീ നഫ്സി ബിയദി, എന്നെ ആരാണോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ റബ്ബാണ് സത്യം. ഞാൻ പറയുന്നു, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു. വല്ലദീ നഫ്സി ബിയദി, ആരുടെ കരങ്ങളിലാണ് എന്റെ ആത്മാവ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ റബ്ബിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, വിശ്വാസികളെ തീർച്ചയായും നിങ്ങൾ നന്മ കൽപ്പിക്കണം. നന്മ കൽപ്പിച്ചേ പറ്റൂ. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വലതഅ്മുറുന്ന ബിൽ വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ തടയുകയും വേണം. നിങ്ങൾ നന്മ കൽപ്പിച്ചേ പറ്റൂ. കൽപ്പിച്ചെങ്കിൽ നന്നായി എന്നൊന്നുമല്ല. ലതഅ്മുറുന്ന, അറബി ഭാഷയുടെ ബാലപാഠങ്ങൾ അറിയുന്നവർക്കറിയാം ആ പ്രയോഗത്തിന്റെ ആഴം എത്ര ഉണ്ടെന്ന്. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നന്മ നിങ്ങൾ നിർബന്ധമായും കൽപ്പിച്ചിരിക്കണം. വലതൻഹവുന്ന അനിൽ മുൻകർ, തിന്മ നിങ്ങൾ തടഞ്ഞേ പറ്റൂ. എന്നിട്ട് റസൂൽ പറയാ, ഔ അല്ലെങ്കിലോ, ഈ ജോലി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ലയുഷികന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇകാബം മിൻ, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് മേൽ അല്ലാഹു അയക്കും. ആ ശിക്ഷ ഒരുപക്ഷെ രോഗങ്ങളായിട്ടാകാം, സാമ്പത്തിക പിരിമുറുക്കങ്ങളാകാം, കുടുംബപരമായ പ്രശ്നങ്ങളാകാം. ഇല്ലേ? ഒട്ടുമിക്ക വീടുകളിലും എന്തെല്ലാം ശാരീരിക അസ്വസ്ഥതകളാണ്. ഭക്ഷണം പോലെയാണ് രോഗങ്ങൾ. ഭക്ഷണത്തിന് ഒരു 6 മാസം ഗ്യാപ്പിട്ട് നിങ്ങളൊരു ഹോട്ടലിൽ കയറിയ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ പേരുകൾ കേൾക്കാൻ കഴിയും. ഈ ചിക്കൻ തന്നെ അങ്ങോട്ടും പല കോലത്തിലും വറക്കയും മറിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പുതിയ പുതിയ പേരുകളാണ് ഭക്ഷണത്തിന്. അതേ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഒട്ടുമിക്ക അസുഖങ്ങളും ഉണ്ടാകുന്നത് എന്ന് പഠനങ്ങൾ പറയുമ്പോൾ ആ അസുഖങ്ങൾക്കും അതുപോലെയാണ് പേരുകൾ. നമുക്കൊന്നും അറിയാത്ത വിധത്തിലുള്ള പുതിയ പുതിയ പേരുകൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, രോഗങ്ങൾ തന്ന് അത് ശിക്ഷയാകാം, അല്ലാണ്ട് ആകാശത്ത് നിന്ന് മറ്റു തലമുറകൾക്ക് ഇറങ്ങിയ പോലുള്ള ശിക്ഷ വന്നോളണമെന്നൊന്നുമില്ല. രോഗം പരീക്ഷണമാകാട്ടോ, അത് വേറെ വിഷയം. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയും ടെസ്റ്റ് ചെയ്യും. ശിക്ഷയായിട്ടും രോഗം വരാം. അതുപോലെ എന്താ പറയുക, എന്നും വിഷമങ്ങളാണ്, വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല, വല്ലാത്ത എടങ്ങറാണ് പല കുടുംബങ്ങളിലും. കുട്ടികൾ കാരണം തലവേദന അനുഭവിക്കുന്നവരുണ്ട്. എന്താ കാരണം? പണിയെടുത്തിട്ടില്ല, ഉത്തരവാദിത്തം മറന്നുകൊണ്ട് നടക്കുക. അപ്പൊ അള്ളാഹിന്റെ ശിക്ഷ, അള്ളാഹിന്റെ അദാബ് വരും എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊരു ഹദീസിൽ ഇതേ സ്വഭാവത്തിൽ പറഞ്ഞ മറ്റൊരു ഹദീസിന്റെ ഭാഗം ഇങ്ങനെയാണ്, നിങ്ങൾ ഈ പണിയെടുക്കുന്നില്ലെങ്കിൽ ഔ ലിയുസല്ലിതന്നല്ലാഹു അലൈക്കും ശിറാറക്കും, നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും. ഏറ്റവും ഷർറായ, ഏറ്റവും മോശപ്പെട്ട ആളുകൾ നിങ്ങളുടെ മന്ത്രിമാരും MLA-മാരും ഭരണകർത്താക്കളും MP-മാരും വാർഡ് മെമ്പർമാരും ഒക്കെയായി വരും. സുൽത്താനിയത്ത്, അധികാരം നിങ്ങൾക്ക് മേൽ അവരുടെ കയ്യിൽ വരും. എന്താ കാരണം? നിങ്ങൾ ഉത്തരവാദിത്തം മറന്നു. അപ്പൊ പിന്നെന്ത് ചെയ്യാ? അവരെ ഷെറുകൾ ഇങ്ങനെ ഈ മറ്റേ എന്താ പറയാ, മാലപ്പടക്കം പോലെ അവരെ ഷെറുകൾ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ നിങ്ങൾ ദുആ ചെയ്യും അള്ളാഹിനോട്, പടച്ചോനെ വല്ലാത്ത പരീക്ഷണത്തിലാണല്ലോ ഞങ്ങൾ പോകുന്നത്, അള്ളാഹ് കാക്കണേ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുമ്പോ ഫലാ യുസ്തജാബു ലക്കും, നിങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതല്ല.
ഉത്തരം കിട്ടൂല. എന്താ കാരണം? ഉത്തരം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ. അള്ളാഹിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ട് നിർവഹിച്ചിട്ട് ഇങ്ങോട്ടുള്ളത് ചോദിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ തിന്മകൾ, വൈയക്തികമായ തിന്മകൾ, വ്യക്തിപരമായ തിന്മകൾ, അതിനേക്കാൾ ഒരു അളവിൽ അപകടകരമാണ് സാമൂഹികമായ തിന്മകൾ. ആ തിന്മകൾ നമ്മുടെ കുടുംബത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളാരും പൂർണ്ണരൊന്നുമല്ല, എല്ലാവർക്കും ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കിതാബിലൂടെ ഒരു കാര്യം വിശ്വാസികളോട് പറഞ്ഞാൽ അതിന് സമീഅന വ അത്വഅന നമ്മൾ അനുസരിക്കണം. നമുക്കറിയാമല്ലോ, ഖുർആനിൽ കാണാം മദ്യപാനം. അപ്പൊ മദ്യപാനം ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒന്നാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏത് കാര്യം നിങ്ങൾ പരിശോധിച്ചോളൂ, അതൊക്കെ സമൂഹത്തില് അത്യധികം ദുരന്തങ്ങൾ വരുത്തിവെക്കുന്ന കാര്യങ്ങളായിരിക്കും. മദ്യപാനായിക്കോട്ടെ, പലിശ ആയിക്കോട്ടെ. അതുകൊണ്ട് ആ തിന്മകളുമായി നമ്മൾ അടുക്കാൻ പാടില്ല. മദ്യപിക്കുന്ന മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെങ്കിലും ആ വിധത്തിൽ വല്ല അഡിക്ഷനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കണം. ഖുർആനില് ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പല ഘട്ടങ്ങളിലായിട്ടാണ് മദ്യപാനം എന്ന് പറയുന്ന ദുരന്തം ഇസ്ലാം എടുത്തു കളഞ്ഞത്, നിരോധനം പൂർണ്ണമായി ഏർപ്പെടുത്തിയത് പല ഘട്ടങ്ങളിലായി. അതിൽ ഏറ്റവും അവസാനം എന്താ അറിയോ? അതിങ്ങനെ പറഞ്ഞു, പിന്നെ അതില് കുറച്ചൊക്കെ നന്മ ഉണ്ട്, പക്ഷെ ദോഷമാണ് കൂടുതൽ. ആരോടായി പറയുന്നത്? ഇങ്ങനെ അഡിക്ഷനാവ് വേറൊരു ജനത ഉണ്ടാവില്ല. അത്രമേൽ മദ്യത്തിന് അഡിക്റ്റായ ഒരു ജനതയോട് അവരെ പതുക്കെ പതുക്കെ ഓരോ ഘട്ടങ്ങളിൽ, അതിൽ ചില നന്മകളൊക്കെ ഉണ്ട്, പക്ഷെ തിന്മയാണ് കൂടുതൽ. ബുദ്ധിയുള്ളവർക്ക് അത്ര മതി. അപ്പൊ കുറെ ആളുകളൊക്കെ മാറി നിന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഈ മദ്യപിച്ചിട്ട് നിസ്കരിക്കാൻ ഇങ്ങോട്ട് വരരുതിട്ടോ, അതുകൊണ്ട് പള്ളിയിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കുറെ ആളുകൾ അവിടെയും ശ്രദ്ധിച്ചു. അപ്പോഴും ചില ആളുകളൊക്കെ പൂർണ്ണമായി നിർത്തിയിട്ടുണ്ട്. അവസാനം ഖുർആൻ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു, തീർച്ചയായും മദ്യപാനവും ചൂതാട്ടവും, അങ്ങനെ തുടങ്ങി അന്ന് നിലവിലുള്ള ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഇതെല്ലാം ഫജ്തനിബു റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതൊക്കെ പിശാജ് ഉണ്ടാക്കുന്ന മാലിന്യങ്ങളാണെന്ന് പറഞ്ഞു ഖുർആൻ. ഇപ്പൊ മൂത്രം ഉണ്ടല്ലോ, മൂത്രം ആരെങ്കിലും കുടിക്കും? മുസ്ലിമായ ഒരാൾ മൂത്രം കുടിക്കില്ല. മൂത്രം കുടിക്കുന്നവരൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. മൂത്രം എപ്രകാരമാണ് അതുപോലെ മാലിന്യമായി നജസായിട്ടാണ് മദ്യത്തെ ഇസ്ലാം കാണുന്നത്. റിജിസാണത്, ഖുർആൻ പറഞ്ഞതാ, അത് മാലിന്യമാണ്. നിങ്ങൾ ജ്യൂസ് കുടിച്ചോളൂ, ഷൈക്കുകൾ ധാരാളമുണ്ട്, കുടിച്ചോളൂ. നാരങ്ങ വെള്ളം കുടിച്ചോളൂ, മോരും വെള്ളം കുടിച്ചോളൂ, ഇളനീര് വെള്ളം കുടിച്ചോളൂ, അധികവും ഹലാലാണ്. ചില ആളുകൾ വിചാരിച്ചു ഇസ്ലാം എല്ലാം ഹറാമാക്കിയെന്ന. ഇതെല്ലാം നിങ്ങൾക്ക് കുടിക്കാം, പക്ഷെ നിങ്ങൾ മദ്യപിക്കരുത്. മദ്യം അത്രമേൽ ദുരന്തമാണ്. ആ മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ട് ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതെല്ലാം പിശാച് നിങ്ങൾക്ക് മുന്നിൽ വിളമ്പുന്ന മാലിന്യങ്ങളാണെന്നൊരു പ്രയോഗം ഖുർആൻ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഫജ്തനിബു, ഒഴിവാക്ക്, വെടിയൂ, ഉപേക്ഷിക്കൂ. അത് പറയേണ്ട താമസം മഹാന്മാരായ സഹാബികൾ അന്ന് വരെ കുടിച്ചിരുന്ന എല്ലാ സഹാബികളും ഒരൊറ്റടിക്കൽ, പിന്നെ നാളെ മുതൽ, അടുത്ത ആഴ്ച മുതൽ, ഏതായാലും റമദാൻ വരെയല്ല, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക്, ഈ റമദാൻ ഉണ്ട് വന്നോട്ടെ, റമദാൻ മുതൽ ഞാൻ നന്നാകും, അടുത്ത വെള്ളിയാഴ്ച മുതൽ ഞാൻ ഇതൊക്കെ മാറ്റും. അങ്ങനെയല്ല, അത് പറയേണ്ട താമസം. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലിന്റെ അരുമ ശിഷ്യനാണ്, വലിയ അബുക്കാരിയാണ്, മദ്യത്തിന്റെ ഹോൾസെയിൽ വ്യാപാരിയാണ്. അബ്ദുല്ലാഹിബ്നു ബഹുമാനപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരൻ പറഞ്ഞു, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ആയത്ത്? കേൾക്കട്ടെ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇതങ്ങ് കേൾക്കേണ്ട താമസം. പൊട്ടിക്കടാ ബീപ്പകൾ, അടിക്കടാ ബീപ്പകൾ, എല്ലാ കള്ളിന്റെ ബീപ്പകളും അടിച്ചു തകർത്ത് മദീനയിൽ മദ്യത്തിന്റെ ഒരു ചാല് തന്നെ ഒഴുകിയെന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോ അത്രത്തോളം നമുക്ക് കഴിഞ്ഞോളെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് തിന്മയാണ്. ഈ തിന്മ വിലക്കേണ്ട ആളുകളാണ് വിശ്വാസികൾ. അവർ തന്നെ തിന്മ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞത് റജബ് മാസത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. റജബും ശഅബാനും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
വലിയ ആവേശത്തിന്റെ മാസമാണ്. പരിശുദ്ധ റമദാനിലേക്ക് കടക്കുന്നതിന് മുൻപ് റജബും ശഅബാനും ശരിക്കും ഉപയോഗപ്പെടുത്തണം. റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് നമുക്ക് കുറവുകളുള്ളത്, എവിടെയാണ് പോരായ്മകളുള്ളത്, അത് പരിഹരിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ഈ ദൗത്യം ഏറ്റെടുത്തു. എല്ലാ തിന്മകളും ഞാൻ മറക്കുന്നില്ല. അതിലെ ഏറ്റവും വലിയ തിന്മ ഏതാണ്? ശിർക്കാണ്. ഒരു സംശയം അതിലില്ല. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർ ചെയ്യുന്ന ദുൽമുകളിൽ ഏറ്റവും അപകടകരമായ ശിർക്ക് തന്നെയാണ്. ഏറ്റവും വലിയ തെറ്റ്. അവിടെ നിന്നിങ്ങോട്ട് എല്ലാ തിന്മകളുടെയും നീക്കം ചെയ്യാൻ വേണ്ടിയാണ് സഹാബത്ത്. അവർക്കുമില്ലേ കുടുംബങ്ങള്, അവർക്കുമില്ലേ ഉപ്പയും ഉമ്മയൊക്കെ ഇല്ലേ? കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൻ ചീറും തിരകൾ കടന്നോ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല. അങ്ങകല അറേബ്യയിൽ നിന്ന് നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠന്മാർ, നമ്മുടെ കാരണവന്മാർ, മഹാന്മാരായ സഹാബത്ത് അറേബ്യൻ നാടുകളിൽ നിന്ന് കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത് റസൂലിന്റെ ഈ അധ്യാപനം ഏറ്റെടുത്തുകൊണ്ടാണ്. അത്രത്തോളം ചെയ്യണമെന്നല്ല ഞാൻ പറയും. നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, ഞാൻ ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം. ഒന്നിച്ചു നിന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ. ഒറ്റക്ക് നിന്നാൽ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക്കും ബിൽ ജമാഅ. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം കേട്ടോ, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കേട്ടോ എന്ന് റസൂല് പ്രത്യേകം പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരു തളികയിൽ നിന്ന് കഴിക്കണം. ഇപ്പൊ ജുമുഅക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയില്ലേ? ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കാൻ വന്നതാണോ? അല്ല. അല്ല വിളിച്ചു, അല്ല കൽപ്പിച്ചു, റസൂല് കാണിച്ചു തന്നു. ആ വിളിക്ക് ഉത്തരം ചെയ്തിട്ടാ ഈ പള്ളിയിൽ ഇപ്പോ എല്ലാ പള്ളികളിലും വിശ്വാസികൾ എത്തിച്ചേർന്നത്. അതേ റബ്ബിന്റെ, നിസ്കരിക്കാൻ പറഞ്ഞ റബ്ബന്നെയാണ് ഈ പറഞ്ഞതും. ഇത് വേറെ റബ്ബല്ല, അല്ലെങ്കിൽ ഇത് ലൈഫല്ല. നിസ്കരിക്കാൻ പറഞ്ഞ റബ്ബ് പറഞ്ഞതാണ്. ഒരു കാര്യം കൂടി പറയാം. നമ്മളൊക്കെ മക്കളോട് പറയാൻ അറിയോ? മക്കളെ, നിസ്കരിക്കാനൊക്കെ പോയിക്കോട്ടാ, നിസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് വരണം. മോനെ അവിടെ ഒന്നിനും കൂടണ്ട, ഒന്നിനും നിൽക്കണ്ട. അവിടെ പലതും കാണും, പല മീറ്റിങ്ങുകളും യോഗങ്ങളും ഒക്കെ ഉണ്ടാവും, പ്രകടനങ്ങൾ ഉണ്ടാവും, പരിപാടികൾ ഉണ്ടാവും. മോനെ ഒന്നിനും നിൽക്കണ്ട, പോടെ കുട്ടി വേഗം കണ്ട് പോരെ എന്ന് ഉപദേശിക്കുന്ന രക്ഷിതാക്കളുണ്ടോ? എന്ന് ഉപദേശിക്കുന്ന ഉമ്മമാരുണ്ടോ? നിങ്ങൾ കേൾക്കണം. പരിശുദ്ധ ഖുർആനിൽ മഹാനായ ലുക്മാൻ അലൈഹിസ്സലാമിന്റെ കഥ അള്ളങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞത് മകനക്ക് നൽകിയ ഉപദേശമാണ്. ആ ഉപദേശത്തിൽ മകനോട് ഇങ്ങനെ പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പാടെ പൊന്നുമോനെ. അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശിർക്കിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പാടെ പുന്നാര മോനെ, അഖിമിസ്സലാ, നിസ്കരിക്കണം കേട്ടോ, കൃത്യമായി നിസ്കരിക്കണം. മകനോട് വാപ്പയുടെ ഉപദേശമാണ്, മോനെ കൃത്യമായി നിസ്കരിക്കണം മോനെ. നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ എന്നല്ല. വഅ്മുർ ബിൽ മഅറൂഫ്, ഉപ്പാടെ കുട്ടി നന്മ കൽപ്പിക്കണം. നിസ്കരിക്കുന്ന മുസ്ലിമാണോ അവന്റെ നിസ്കാരം പൂർണ്ണമാകണോ? അല്ലെങ്കിൽ നിസ്കാരം ഒരു പ്രതിജ്ഞയാണല്ലോ, അത് പൂർണ്ണമാകണോ? വഅ്മുർ ബിൽ മഅറൂഫ്, മോനെ നീ നന്മ കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, നീ തിന്മ വിലക്കണം മോനെ. എത്ര വ്യക്തമാണ്. നിസ്കരിച്ചാൽ പോരാ, നിസ്കരിക്കുന്ന മകനോട് നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. എന്നിട്ട് പറഞ്ഞു വസ്ബിർ, മോനെ അങ്ങനെ നീ നിസ്കരിക്കുന്ന മോനായി കഴിഞ്ഞാൽ നന്മ കൽപ്പിക്കുവാനും തിന്മ വിലക്കുവാനും പാന്റെ കുട്ടി എഴുന്നേറ്റ് നിന്നാൽ ഒരുപാട് എതിർപ്പുകൾ വരും, പരിഹാസങ്ങൾ വരും, വിമർശനങ്ങൾ വരും, കളിയാക്കലുകൾ വരും. ഇതൊക്കെ വരുമ്പോ വസ്ബിർ, ചൂടാകരുത്, എടുത്തു ചാടരുത്, അക്ഷമനാകരുത്, അങ്ങേ അറ്റത്തെ സ്വബർ കൈകൊള്ളണം എന്ന് ലുക്മാൻ അലൈഹിസ്സലാം. ഇത് അല്ലാഹു ഖുർആനിൽ നമ്മോട് പറയാ. അതുകൊണ്ട് മക്കളെല്ലാവരും രംഗത്തിറക്കണം. എല്ലാവരും വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു, അങ്ങനെയാണല്ലോ. വിശ്വാസികളും വിശ്വാസിനികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ ഒരു ഫ്രെയിമിൽ നിന്ന് ഒരാളും പുറത്താകാൻ പാടില്ല. ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ ജുമുഅ, അടുത്ത ജുമുഅ വരെയുള്ള നമുക്ക് കഫാറത്തായി തീരുന്ന, നമ്മുടെ എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുന്ന ജുമുഅയായി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളത് കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജുമുഅ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മറ്റ് അമലുകളെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ.
ഒരുപാട് തെറ്റുകൾ, വീഴ്ചകൾ, പോരായ്മകൾ സംഭവിച്ചു റബ്ബേ. റഹ്മാനായ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിസ്കരിക്കുന്ന ഞങ്ങൾക്ക് നീ ഏൽപ്പിച്ച അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള ഈമാൻ നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞ ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കളടക്കമുള്ള പലരുമുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم والحمد لله رب العالمين.